പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആണ്ടിൻ്റെ 4ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും, കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും, വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 111 സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവയൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. ദൈവം വലിയവനാണെന്ന് ദൈവവിശ്വാസമുള്ള ആരും സമ്മതിക്കും എന്നതിന് സംശയമില്ല. എന്നാൽ ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാതം നമുക്കിവിടെ ചിന്തിക്കുവാനുള്ളത്. മനുഷ്യർ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്താലും അവന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. മനുഷ്യവർഗം മുഴുവനും പാപികളാണ്. അവന് ഒരു രക്ഷകൻ ആവശ്യമാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ജനിച്ച് മരിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പ്രവർത്തികളാൽ നമുക്ക് രക്ഷ കിട്ടുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചത് വ്യർത്ഥമായി പോകുമായിരുന്നു. ദൈവത്തിൻ്റെ ഈ വലിയ പ്രവൃത്തിയുടെ മഹത്വം നാം ഗ്രഹിക്കുകയും നാം രക്ഷിക്കപ്പെട്ടതിനോടൊപ്പം ഈ വലിയ കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. ആരാലും സൗഖ്യപ്പെടുത്തുവാൻ കഴിയാത്ത അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയും അവർ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നത്തേത് 12 വർഷം രക്തസ്രാവം ബാധിച്ച് ജീവിതം തകർന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. തൻ്റെ സമ്പത്തെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. പിന്നത്തേതിൽ അവളുടെ രോഗം മാത്രം ബാക്കിയായി. സമ്പത്തെല്ലാം നഷ്ടമായി. സമൂഹത്തിൻ്റെ നടുവിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാത്ത നിലകൾ വന്നപ്പോൾ അവൾക്കൊറ്റ വിശ്വാസം, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടെങ്കിലും ഞാൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് മുഖാന്തരം യേശു അവളെ സൗഖ്യമാക്കുവാനിടയായി. അതുപോലെ 38 വർഷം രോഗിയായി കിടന്ന ആരുടെയും ആശ്രയമില്ല, പരാശ്രയമില്ലാതെ മനുഷ്യനെയും പക്ഷപാതക്കാരനെ ആയ മനുഷ്യനെ യേശുക്രിസ്തു സൗഖ്യമാക്കുവാനിടയായി. 38 വർഷം ആരോ ചുമ്മിക്കൊണ്ടുവച്ച ആ മനുഷ്യനെ ആരും കുളക്കരയിൽ കിടത്തിയ മനുഷ്യനെ ആ കുളത്തിലേക്ക് വെള്ളം കലങ്ങുമ്പോൾ ഒന്ന് എടുത്തിറക്കുവാൻ ആരുമില്ലാതെ പോയി. ആ മനുഷ്യൻ്റെ ആ നിലവിളി ഇങ്ങനെയായിരുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത മനുഷ്യൻ്റെ അരികിൽ അരിമനാഥനായ കർത്താവ് ഇറങ്ങി വന്നു. 38 വർഷം ഒരേ കിടപ്പിൽ കിടന്ന മനുഷ്യനെ യേശുക്രിസ്തു സൗഖ്യമാക്കി. അവൻ എഴുന്നേറ്റ് നടന്നു പോകുവാനിടയായി. പ്രിയ ദൈവവേദിയിലെ വലിയവനിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. വൈദ്യശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ട് പ്രായമായ ദമ്പതിമാർക്ക് ഒരു പരിധിവരെ തലമുറകളിൽ ലഭിക്കുന്നതെന്ന് അസാധാരണ സംഗതിയല്ല. എന്നാൽ ശരീരം ജീർണിച്ചു പോയി വൃദ്ധ ദമ്പതികൾക്ക് തലമുറ ഉണ്ടാവുക എന്നത് അസാധാരണമായ കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന 100 വയസ്സുള്ള അബ്രഹാമിനും 90 വയസ്സുള്ള സാറയ്ക്കും ദൈവം തലമുറയെ കൊടുക്കുവാനിടയായി. വാഗ്ദത്തം 75 അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം 100ാമത്തെ വയസ്സിൽ നിവർത്തിയാകുവാൻ ദൈവം ശക്തനായിരുന്നു. നമ്മുടെ ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. യോബ് പറയുന്നു, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. വാർദ്ധക്യത്തിലായിരുന്ന സഖരിയാവും എലിസബത്ത് ദമ്പതിമാർക്ക് വേണ്ടി ദൈവം വലിയ കാര്യം ചെയ്തു. യോഹന്നാൻ സ്നാപകന് നൽകിയതിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. പിന്നെയും വൈദ്യശാസ്ത്രത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ശക്തനാണ്.
ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുമ്പോൾ തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ നീ? കുഞ്ഞേ, ഭാരപ്പെടേണ്ട കേട്ടോ. ഈ 2026 ആമേൻ ചില ഉദരങ്ങൾ ആമേൻ സ്തോത്രം തലമുറകളെ നൽകുവാനിടയാണ്. കുടുംബത്തിൽ ആരെങ്കിലും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ? സാരമില്ല, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആമേൻ വൈദ്യശാസ്ത്രം ആമേൻ സ്തോത്രം നോ പറഞ്ഞാലും മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ച് ആമേൻ സ്തോത്രം ഇന്നുവരെയും ആമേൻ കഴിഞ്ഞിട്ടില്ലാത്ത ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ കരത്താൽ മെനഞ്ഞ മനുഷ്യ ശരീരത്തെ ആമേൻ അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാർ, ചിലപ്പോൾ നിങ്ങളുടെ തലമുറയായിരിക്കാം, ആമേൻ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ ആമേൻ ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. അത്രയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സങ്കീർത്തനവും അത്ഭുതവുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത്. എത്രയും വളരെ സങ്കീർണവും അത്ഭുതവും അതിശയമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ ഭക്തന്മാരെ ആമേൻ ഉന്മൂലനം ചെയ്യുവാൻ ദുഷ്ടശക്തി എത്ര തന്നെ ശ്രമിച്ചാലും അവരെ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. വിശന്ന് വലഞ്ഞ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നും ദാനിയേലിനെയും എരിയുന്ന തീച്ചൂളയിൽ നിന്നും എബ്രായ ബാലന്മാരെയും ആമേൻ സിംഹം, കരടി എന്നീ ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ദാവീദിനെയും ദൈവം വിടുവിച്ചത് അതിശയകരമായിട്ടാണ്. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടുവാനാകാത്ത സാഹചര്യങ്ങളിൽ കൂടെ അപ്പോസ്തലന്മാരും കടന്നുപോയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഒരിക്കൽ പൗലോസ് പറയുന്നു ആമേൻ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റുപോയി. ആശ അറ്റുപോയ സാഹചര്യത്തിൽ പോലും ഇനി ഒരു കര കാണത്തില്ല, ഇനി ഒരു ആമേൻ സ്തോത്രം തീരമണയത്തില്ല, ഇനി പ്രാണൻ മടങ്ങി വരത്തില്ല എന്നുള്ള ആമേൻ സ്തോത്രം വേദനയോടുകൂടെ പ്രാർത്ഥിച്ച ആമേൻ പൗലോസിൻ്റെ മുന്നിൽ ഒരു മെലിഥ്യ വെളിപ്പെടുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യുവാൻ. എന്നാൽ വൈരിയുടെ നടുവിൽ നിന്നും തൻ്റെ ദാസന്മാരെ വലിയവനായി ദൈവം വിടുവിച്ച ദൈവം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയണമെന്നുള്ള ഫറവോൻ്റെ കൽപ്പനയുടെ മുമ്പിൽ ആമേൻ 3 മാസത്തിലധികം മോശയെ സംരക്ഷിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് പ്രയാസമായിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ മോശക്കുഞ്ഞിനെ പെട്ടകത്തിലാക്കി നൈൽ നദി തന്നെ ഒഴുക്കുവാനിടയായി. എന്നാൽ വലിയവനായ ദൈവം മോശയെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നതിനാൽ ശത്രുവിൻ്റെ വാളിന് ഇരയാകാതെ അവൻ്റെ അതേ കൊട്ടാരത്തിനകത്ത് എവിടെ രാജകൽപ്പന പുറപ്പെടുവിച്ചുവോ അതേ കൊട്ടാരത്തിനകത്ത് നിന്നുകൊണ്ട് പുഷ്ടിയുള്ള ശ്രേഷ്ഠമേറിയ ആഹാരം കഴിച്ചു നല്ല വസ്ത്രം ധരിച്ചും നല്ല വിദ്യാഭ്യാസം നേടിയും സ്തോത്രം ഹല്ലേലൂയ മോശ വളരുവാനിടയായി. പ്രിയ ദൈവവേദിയിലെ സ്തോത്രം നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇന്ന് പ്രഭാതം നീ തിരിച്ചറിയണം. വാഗ്ദത്തം ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്നത് വരെ ഒരു ശത്രുവിനും ഒരു രോഗത്തിനും ഒരു അനർത്ഥത്തിനും നിന്നെ തകർത്തു കളയുവാൻ കഴിയുകയില്ല. പിശാച് പറയും ആത്മഹത്യ ചെയ്തോ ആമേൻ സ്തോത്രം നീ മരിക്കുവാനുള്ളതെന്നൊക്കെ ആമേൻ സ്തോത്രം ശത്രു വിളിച്ചു പറഞ്ഞാലും ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വാഗ്ദത്തം നിവർത്തിയാകാതെ ഈ ഭൂമിയിൽ നിന്നും നിന്നെ അവൻ എടുത്തു കളയുകയില്ല. ആകയാൽ ഇന്ന് പ്രഭാതം ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? യഹോവയുടെ പ്രവൃത്തികൾക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ആമേൻ വാഗ്ദത്തങ്ങളെ ശോധന ചെയ്തുകൊണ്ട് ഇന്ന് പ്രഭാതം ദൈവത്തോട് നമുക്ക് അടുത്തു ചെല്ലാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.